കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പഠനാവശ്യങ്ങൾക്കും ജോലിക്കുമായി വൻതോതിൽ കുടിയേറ്റം ആണ് ഉണ്ടായത്. ബ്രിട്ടനിലെ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനക്കിന്റെ കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റത്തിന് കാര്യമായ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ബ്രിട്ടനിന്റെ പ്രധാനമന്ത്രിയായി കെയർ സ്റ്റാമർ എത്തിയതോടെ കാര്യങ്ങൾ മാറി. കുടിയേറ്റ നയത്തെ എതിർത്ത സ്റ്റാർമർ ബ്രിട്ടനിൽ കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ബ്രിട്ടനിൽ നിലവിലുള്ള കർശനമായ വിസ കുടിയേറ്റ നയങ്ങൾ ഇന്ത്യൻ പൗരന്മാരുടെ കുടിയേറ്റ രീതികളിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024 ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിശകലനം അനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാജ്യം വിട്ട വിദേശികളിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണ്. പഠന ആവശ്യങ്ങൾക്കായി ബ്രിട്ടനിൽ എത്തിയ ഏകദേശം 37,000 ഇന്ത്യക്കാർ ഇപ്പോൾ രാജ്യം വിട്ടു. ജോലി ആവശ്യത്തിനായി ബ്രിട്ടനിലുണ്ടായിരുന്ന 18,000 പേർ കൂടി രാജ്യം വിട്ടു. കൂടാതെ മറ്റ് വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ ബ്രിട്ടനിലുണ്ടായിരുന്ന 3,000 പേരും രാജ്യം വിട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ പൗരന്മാർക്ക് പിന്നാലെ 45,000 ചൈനീസ് വിദ്യാർത്ഥികളും തൊഴിലാളികളും ബ്രിട്ടൻ വിട്ടു. കുടിയേറ്റ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം നൈജീരിയക്കാർ 16,000, പാകിസ്ഥാനികൾ 12,000, അമേരിക്കക്കാർ 8,000 എന്നിങ്ങനെ 2024 ബ്രിട്ടൻ വിട്ടുപോയവരാണ്. ബ്രിട്ടനിൽ നിന്ന് ആളുകൾ സ്വദേശത്തേക്ക് മടങ്ങിയതോടെ രാജ്യത്തെ മൊത്തത്തിലുള്ള നെറ്റ് മൈഗ്രേഷൻ 4,31,000 ആയി കുറഞ്ഞു. പഠനവുമായി ബന്ധപ്പെട്ട കുടിയേറ്റക്കാരാണ് കൂടുതലായും ബ്രിട്ടൻ വിട്ടത്. ONSലെ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ മേരി ഗ്രിഗറി സൂചിപ്പിക്കുന്നതനുസരിച്ച് രാജ്യത്ത് കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകാൻ കാരണം ജോലിക്കും പഠനത്തിനുമായി ബ്രിട്ടനിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞതാണ്. തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ റീഫോം പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലെത്തിയതോടെ രാഷ്ട്രീയ അജണ്ടയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഷയമായ നെറ്റ് മൈഗ്രേഷനിലെ കുറവിനെ സ്റ്റാർമർ സർക്കാർ സ്വാഗതം ചെയ്തു. മുൻ ഭരണകൂടത്തിന്റെ കീഴിൽ നെറ്റ് മൈഗ്രേഷൻ ഏകദേശം 1 ദശലക്ഷത്തിലധികം എത്തിയിരുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ നെറ്റ് മൈഗ്രേഷനിൽ ഏകദേശം 50% കുറവാണ് രേഖപ്പെടുത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. ബ്രിട്ടനിലേക്കുള്ള ദീർഘകാല കുടിയേറ്റം ഏകദേശം 3 വർഷത്തിനിടെ ആദ്യമായി 1 ദശലക്ഷത്തിൽ താഴെയായി. 2024 9,48,000 കുടിയേറ്റക്കാർ മാത്രമാണ് ബ്രിട്ടനിലെത്തിയത്. എന്നാൽ 2023 13,26,000 ആളുകളാണ്. അപ്പോൾ തന്നെ കുടിയേറ്റം ഏകദേശം 11% വർദ്ധിച്ചു. ഡിസംബർ വരെയുള്ള വർഷത്തിൽ 5,17,000 പേർ ബ്രിട്ടൻ വിട്ടതായി കണക്കാക്കപ്പെടുന്നു. മുൻ വർഷം ഇത് 4,66,000 ആളുകൾ ആയിരുന്നു. ഋഷി സുനക് നയിച്ച പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടിയുടെ സർക്കാരിന് കീഴിൽ വർദ്ധിച്ച കുടിയേറ്റം 2024 കുറഞ്ഞതിനു പിന്നിൽ തന്റെ ഭരണകാലത്ത് നടപ്പാക്കിയ വിസ നയത്തിലെ മാറ്റങ്ങളാണെന്ന് സ്റ്റാർമർ ചൂണ്ടിക്കാണിക്കുന്നു.